നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് ഉഷപൂജയ്ക്ക് ബുക്ക് ചെയ്തത്. ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് അർപ്പിച്ചു. പമ്പയിൽ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത്. സന്ധ്യയോടെ ദർശനം നടത്തി. മാർച്ച് 27-നാണ് മോഹൻലാൽ നായകനാവുന്ന ചിത്രം എമ്പുരാന്റെ റിലീസ്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രോത്സവത്തിൽ അനുവദിക്കുന്നത്? ദൈവത്തിനായി നൽകുന്ന പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല. ക്ഷേത്രോത്സവമാണ്, കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ലെന്നും കോടതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും ഹൈക്കോടതി. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ ഇനി അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. സ്വാമിയുടേത് മുങ്ങിമരണമാണെന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ ഇടവകത്തിന്റെ ഉത്തരവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മൊഴി നൽകാം, അല്ലെങ്കിൽ ഹാജരായി താൽപര്യമില്ലെന്ന് അറിയിക്കാമെന്നും കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കേരളത്തിലെ വ്യാവസായിക മേഖലയെ തകർത്തത് നോക്കുകൂലിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കാൻ പോലും കേരളത്തിൽ നോക്കുകൂലി നൽകണം. സംസ്ഥാനത്ത് ഇപ്പോൾ നോക്കുകൂലി ഇല്ലെന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി. രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് പരിഹാസം. നിർമ്മലാ സീതാരാമന് മറുപടിയുമായി മന്ത്രി ബി ശിവൻകുട്ടി. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിൽ അന്തരീക്ഷമാണ് കേരളത്തിലെന്നും ധനമന്ത്രി കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി കേരളത്തെ അപമാനിക്കാനാണ് കേന്ദ്രമന്ത്രിയുടെ ശ്രമമെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിനെതിരെ ഗുരുതരാരോപണവുമായി മന്ത്രി എം ബി രാജേഷ്. അന്തസ്സുള്ളവർ എന്തിനാണ് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചെന്നാണ് മന്ത്രിയുടെ ആരോപണം. വീടുകളിൽ ബ്രാൻഡിംഗ് നടത്തുന്നത് ജനങ്ങളുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രിയോട് പറഞ്ഞപ്പോഴായിരുന്നു മറുപടി. മനുഷ്യന്റെ അഭിമാനവും അന്തസ്സും മനസ്സിലാക്കാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും എം ബി രാജേഷ് വിമർശിച്ചു. വർഗീയ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ പോലീസ് കേസെടുക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് യൂത്ത് ലീഗിന് പരാതി. പാലാ പോലീസിനെതിരെയാണ് പരാതി. കാസയുടെ വർഗീയ ഇടപെടലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി യൂത്ത് ലീഗ് നേതാക്കൾ. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് പ്രവർത്തകർ പറഞ്ഞു. പി.സി. ജോർജ് തുടർച്ചയായി വർഗീയ പരാമർശം നടത്തുകയാണെന്നും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്നും യൂത്ത് ലീഗിന്റെ പരാതിയിൽ പറയുന്നു. പോക്സോ കേസിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ. ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാൻ അരുപ്ലായ്ക്കലാണ് അറസ്റ്റിലായത്. 15 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി ആനന്ദകുമാർ പൂജപ്പുര ജയിലിൽ. നടപടി മൂവാറ്റുപുഴ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. റിമാൻഡിലായ ആനന്ദകുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളുടെ വിവാഹ ആവശ്യത്തിനായി ബാങ്കിൽ നിക്ഷേപിച്ച തുക നൽകുന്നില്ല എന്നാരോപിച്ച് ബാങ്കിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം നെയ്യാറ്റിങ്കര മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ. തൂയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ 15 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. ആവശ്യമുള്ളപ്പോൾ പണം മടക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ പണം നൽകുന്നില്ലെന്നാണ് പരാതി. ബാങ്ക് നഷ്ടത്തിലാണെന്നാണ് അധികൃതരുടെ വാദം. കേരളത്തിൽ മാത്രമാണ് ലഹരിയുടെ വിപത്തുള്ളതെന്നും അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് മന്ത്രി എം ബി രാജേഷ്. കളമശ്ശേരിയിൽ കഞ്ചാവ് പിടികൂടിയത് ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നാണെന്ന് കാണരുത്. രാഷ്ട്രീയമായി പോയിന്റ് സ്കോർ ചെയ്യുന്നതിന് ഈ അവസരം ഉപയോഗിക്കരുതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ആക്രമണത്തിൽ ഭാര്യയുടെ മാതാപിതാക്കൾക്കും പരിക്കേറ്റു. ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കക്കാട് സ്വദേശിനി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. പ്രതി റിയാസ് ഒളിവിലാണ്. മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹാഷിഷുമായി യുവാവ് പിടിയിലായി. 200 ഗ്രാം ഡ്രൈ ഹാഷിഷും 20 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചത്. സംഭവത്തിൽ കരുളായി മില്ലുംപടി സ്വദേശി ഷാറൂഖ് ആണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഷാറൂഖിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സമാന കേസുള്ളതായി പോലീസ് പറയുന്നു. കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. പെയിന്റ് പണിക്കായി എത്തിയ ശേഷം ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചു വന്ന റോഹൻ ഷെയ്ഖാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. 5 വർഷം മുമ്പാണ് 21-കാരനായ റോഹൻ ഷെയ്ഖ് കൊച്ചിയിലേക്ക് എത്തിയത്.
പാലാരിവട്ടത്ത് MDMA-യുമായി ഒരാൾ പിടിയിൽ. അസം സ്വദേശി യാസിറാണ് 14 ഗ്രാം MDMA-യുമായി പിടിയിലായത്. ഇന്നലെ രാത്രി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പിടിയിലായ യാസിർ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം വർക്കലയിൽ 12 ഗ്രാം MDMA-യുമായി കാറിൽ സഞ്ചരിച്ച 3 യുവാക്കളെ ഡാൻസാഫ് ടീം പിടികൂടി. വർക്കല കാപ്പിൽ സ്വദേശിയായ പ്രവീൺ, നെയ്യാറ്റിങ്കര കുന്നത്തുകൽ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൗര്യ, മിർസാപൂർ സ്വദേശി ഗ്യാൻ ദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ഇൻസ്പെക്ടർ A. സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് തെളിവെടുത്തു. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊല്ലം മുളിയകോവിലിൽ 22-കാരനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രണയപ്പക എന്ന നിഗമനത്തിൽ പോലീസ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് FIR. കണ്ണൂരിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് 12-കാരി. കുഞ്ഞിന്റെ പിതൃസഹോദരന്റെ മകളാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തൽ. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ താമസ സ്ഥലത്ത് സമീപമുള്ള കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം. ജീവനക്കാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം നേരത്തെ വന്നിരുന്നു. പരിശോധന നടക്കുന്നതിനിടയിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളത്ത് അപകടരഹിതമാക്കണമെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB ഗണേഷ് കുമാർ. എഴുന്നള്ളത്തിന് 2012-ലെ നാട്ടാന പരിപാലന ചട്ടം കർശനമായി പാലിക്കണം. ആന ഇടയുന്നതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്ത് ആ സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉറപ്പാക്കണം. ആനയ്ക്കൊപ്പമുള്ളവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ മാറ്റി നിർത്തണമെന്നും KB ഗണേഷ് കുമാർ. മലപ്പുറത്ത് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. ശ്രീകൃഷ്ണപുരം വിജയ് എന്ന ആനയാണ് ഇടഞ്ഞത്. പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ കൊളത്തൂർ വയമ്പറ്റപുരത്തിനിടെയാണ് സംഭവം. ഉത്സവപ്പറമ്പിലെ തട്ടുകട മറച്ചിട്ടു, പക്ഷെ ആർക്കും പരിക്കില്ല. പിന്നീട് ആനയെ തളച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകൾ കൊന്നത് 111 പേരെ. നാട്ടാനകളുടെ ആക്രമണത്തിൽ 20 പേർക്കും ജീവൻ നഷ്ടമായി. 2020 ജനുവരി മുതൽ 2025 ജനുവരി വരെയുള്ള കണക്കാണത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 26 പേർക്കാണ് പാലക്കാട് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വെടിയേറ്റ് ചത്ത കടുവയുടെ കാലിനേറ്റ മുറിവ് വിശദമായി അന്വേഷിക്കാൻ വനം വകുപ്പ്. കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. വെടിയേറ്റ മുറിവ് കൂടാതെ കടുവയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവും കണ്ടെത്തി. ശ്വാസകോശം തുളച്ച് മുറിവുണ്ട്. ഇര പിടിക്കുന്നതിനിടെ മൃഗത്തിന്റെ കുത്തേറ്റതാകാമെന്നാണ് നിഗമനം. കുരുക്കിൽപ്പെട്ട് കാലിനേറ്റ പരിക്കും ഗുരുതരമായിരുന്നുവെന്ന് വനം വകുപ്പ്. മാലിന്യ സംസ്കരണ വിഷയത്തിൽ പ്രാദേശിക എതിർപ്പ് വരുമ്പോൾ 4 വോട്ടിന് വേണ്ടി മൗനം പാലിക്കരുതെന്ന് മന്ത്രി MB രാജേഷ്. പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ചേർത്തലയിൽ എതിർപ്പുകൾ മറികടന്ന് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് മാതൃകയാക്കണമെന്നും MB രാജേഷ്. പത്തനംതിട്ട കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഇന്ന് രാവിലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയുടെ ഭാഗമായി കളക്ടറേറ്റിൽ നിന്നും മുഴുവൻ ജീവനക്കാരെയും പുറത്തിറക്കിയിരുന്നു. ഓഫീസുകളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പത്തനംതിട്ട കോന്നിയിൽ ഇടിമിന്നലേറ്റ് വയോധികൻ മരിച്ചു. ചെങ്ങറ സമരഭൂമിയിലെ 48 നമ്പർ ശാഖയിൽ താമസിക്കുന്ന നീലകണ്ഠനാണ് വൈകിട്ട് ഇടിമിന്നലേറ്റ് മരിച്ചത്. 70 വയസ്സായിരുന്നു പ്രായം. വൈകിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ മുൻവശത്തിരിക്കുമ്പോഴാണ് ഇടിമിന്നലേറ്റത്. കൊട്ടാരക്കര ആയൂരിൽ 7ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. റോഡ് വിള സ്വദേശി 13-കാരൻ മൂസിനാണ് പാറക്കുളത്തിൽ മുങ്ങി മരിച്ചത്. ചെറിയൽ വെളിനെല്ലൂർ KPM ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൂസിൻ. സഹപാഠികളുമായി പാറമലയിലെ കുളത്തിൽ കുളിക്കാൻ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായി. 2024 പാരീസ് നഗരം ആതിഥേയത്വം വഹിച്ച ഒളിമ്പിക്സും പാരീസിന്റെ ചരിത്ര വിസ്മയങ്ങളെയും കുറിച്ച് മാധ്യമപ്രവർത്തകൻ കമാൽ ബരദൂർ രചിച്ച ബോൺജോർ പാരീസ്
യാത്രാ വിവരണ പുസ്തകം ഈഫിൽ ടവറിന് മുന്നിൽ പ്രകാശനം ചെയ്തു. പാരീസിലെ മലയാളി കൂട്ടായ്മയാണ് പുസ്തക ചരിത്ര സ്മാരകത്തിന് മുന്നിൽ പ്രകാശിപ്പിച്ചത്. റജീബ്, സാലിം, ഫെനിൻ പി തുടങ്ങിയവർ പങ്കെടുത്തു. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര ആരംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3:27 യാത്രികർ ഫ്ലോറിഡ തീരത്ത് സ്പ്ലാഷ് ഡൌൺ ചെയ്യും. 8:45 4 യാത്രികരും സ്പേസ് സ്യൂട്ട് ധരിച്ച് പേടകത്തിൽ കയറി ഹാച്ചിംഗ് ക്ലോഷർ നടത്തി. തുടർന്ന് 10:35 അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി. ഇവയടക്കം 7 ഘട്ടങ്ങൾക്ക് ശേഷമാണ് സ്പ്ലാഷ് ഡൌൺ പൂർത്തിയാക്കുക. ഭൂമിയിലേക്ക് പേടകം കടക്കുന്ന ഡി ഓർബിറ്റ് ബേൺ ആണ് ഇനി നിർണായക ഘട്ടം. പുലർച്ചെ 2:27 ആ ഘട്ടം പിന്നിടുക. 17 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം 19 പുലർച്ചെ 3:27 പേടകം ഭൂമിയിലിറങ്ങുക. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങുന്നത്. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. വെടിനിർത്തൽ കരാർ അവസാനിക്കും മുമ്പേ ഗാസയിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. 330-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. മരിച്ചവരിൽ 50 കുട്ടികൾ. 250 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിച്ചതായി ഹമാസ് ആരോപിച്ചു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധത്തിനിടെ ഖുറാൻ കത്തിച്ചുവെന്ന അഭ്യൂഹവും പടർന്നതോടെ നാഗ്പൂർ മഹൽ ഏരിയയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ 50 പേരെ അറസ്റ്റ് ചെയ്തു. മഹാകുംഭമേളയുടെ വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി. ലോകം ആശ്ചര്യത്തോടെയാണ് മേളയെ കണ്ടതെന്ന് മോദി പറഞ്ഞു. രാജ്യത്തിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ലോകത്തിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മഹാവിജയം. സംഘാടനത്തിൽ കഠിന പ്രയത്നം നടത്തിയവർക്ക് പ്രധാനമന്ത്രി പാർലമെന്റിൽ നന്ദി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ജനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം ഏപ്രിലിൽ പാസാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പിൽ ഉണ്ടാകില്ലെന്നും കയ്യേറ്റങ്ങളിൽ തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും കെ രാജൻ പറഞ്ഞു. കുടിയേറ്റത്തിന്റെ മറവിലെ കയ്യേറ്റങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രി കെ രാജൻ. ചക്രമുടി, പരുന്തുംപാറ കയ്യേറ്റങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് കയ്യേറ്റങ്ങൾക്ക് കാരണമെന്നും മന്ത്രി. ഭൂമി കയ്യേറ്റം 2023 ആരംഭിച്ചതാണെന്നും 2025 നടപടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കയ്യേറ്റക്കാരുടെ പട്ടിക കോടതി ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും അതിന് കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. വിഷയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും സർക്കാർ രണ്ടായി കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം. പട്ടയത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഒഴിവാക്കണം. അതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം. വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് പരാതി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ഈ മാസം 12 പൂപ്പാറ സ്വദേശി സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മരണപ്പെട്ടത്. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉടൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഏറ്റെടുക്കുന്നതിന് പകരം ഭൂമി നൽകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി. മുനമ്പം ഭൂമി തർക്കത്തിൽ സമരവുമായി മുന്നോട്ടെന്ന് സമരസമിതി. റവന്യൂ വകുപ്പിന്റെ വീഴ്ചയാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സമരസമിതി കൺവീനർ ബെന്നി ജോസഫ് പറഞ്ഞു. സമര തീയതികൾ KCBC-യോടും SNDP-യോടും കൂടി ആലോചിച്ച ശേഷമായിരിക്കും നടപ്പിലാക്കുക. വഖഫ് സംരക്ഷണ സമിതി എന്ന് അവകാശപ്പെടുന്ന 3 വ്യക്തികൾക്കെതിരെയും മുനമ്പം കേസിന് പിന്നിലുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും NIA-ക്ക് പരാതി നൽകുവാനും മുനമ്പം സമരസമിതി തീരുമാനിച്ചു.
KPCC സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തതിനെ വീണ്ടും ന്യായീകരിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. CPM കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിൽ BJP നേതാവ് PK കൃഷ്ണദാസ് പങ്കെടുത്തു. അർദ്ധ ഫാസിസ്റ്റ് ആക്രമണത്തിൽ 1700 രക്തസാക്ഷികളുള്ള ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടി മത്സരിച്ചില്ലേ എന്നും ന്യൂസ് 18നോട് ജി സുധാകരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടർ നടത്തിയ അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടന്നത്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്നും ഒഴിവാക്കി. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന തരത്തിൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ച് KGMOA ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. KGMOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ PK ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോബിൻ G ജോസഫ്, സംസ്ഥാന ട്രഷറർ ഡോക്ടർ ശ്രീകാന്ത് D തുടങ്ങിയവർ പങ്കെടുത്തു. ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായിരുന്ന മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ സംസ്കാരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തൃപ്പൂണിത്തുറ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പൂർണ്ണമാകുന്നു. നമസ്കാരം.